ഈ തിരക്ക് നിയന്ത്രിക്കാനായില്ല എന്നും സംഭവിച്ച ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നുമാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. We never expected such an incident would have happened. Of course, no one no political party or no officials doesn't want. They have done their best in their, but it was uncontrollable crowd. We never expected such a big following. After 18 years, they have been looking at something great. It was a team effort which has happened, and you see the crowd. They have left all their jobs, all their places, and their bed. The entire Vidhan Sabha came on the streets, outside. I could see the Manipal Hospital, all the other IT people, everything were crowd. Entire HAL staff was there in the airport itself. God willingly, I am telling you, this is unexpected crowd and the vibrant crowd. It is not a crowd like ordinary crowd. You have seen, your cameras have seen, your eyes have seen, your ears have seen. What more you want? I feel sorry. I apologize for the great incident. Thank you. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ മാപ്പു പറച്ചിൽ ഒന്നിനും ഒരു പരിഹാരമാകില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നമുക്ക് ശ്രീധരനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്രീധരൻ, ഈ ഇപ്പോൾ DK ശിവകുമാറിന്റെ പ്രതികരണം കേൾക്കുമ്പോഴാണെങ്കിലും ഒരു മാപ്പു പറഞ്ഞതുകൊണ്ട് ഒന്നും ആവില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു 5000 പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ 35,000 പേർക്ക് മാത്രം വരാവുന്നൊരിടത്തേക്ക് 3 ലക്ഷത്തിലധികം ആളുകൾ വരുമ്പോൾ ഈ പോലീസുകാർ എങ്ങനെ അവരെ നിയന്ത്രിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്ര തിടുക്കപ്പെട്ട് ഈ ആഘോഷം എന്തിനായിരുന്നു നടത്തിയത്? ആരുടെ ധൃതിയായിരുന്നു ഇത് എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ ശ്രീധരൻ? തീർച്ചയായിട്ടും. അതായത് IPL ഫൈനൽ കഴിഞ്ഞ് ഏതാണ്ട് 18 മണിക്കൂറുകൾ പിന്നിടും മുൻപാണ് ഇത്തരം വലിയൊരു വിജയാഘോഷം റാലി സംഘടിക്കപ്പെട്ടത്. അതായത് എന്തിനായിരുന്നു ഈ തിടുക്കം എന്നുള്ളത് വലിയ വിമർശനം അല്ലെങ്കിൽ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതായത് അനാവശ്യ തിടുക്കം കാണിച്ച് മുന്നൊരുക്കങ്ങളില്ലാതെ നടത്തിയ ഈ പരിപാടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമായി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാധാരണ നമ്മൾ ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പൊക്കെ ഇന്ത്യ നേടിക്കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇവിടെ മുംബൈ മറൈൻ ഡ്രൈവിലൊക്കെ പരിപാടി നടത്തിയിരുന്നു. അത് പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് കൃത്യമായി ഗൃഹപാഠം ചെയ്ത് കൃത്യമായി സമയം കൊടുത്ത് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയാണ് അത്തരത്തിലുള്ള ഒരു ഒരു ഗ്യാതറിംഗ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇതങ്ങനെയല്ല. 18 മണിക്കൂർ പിന്നീട് മുൻപാണ് ഈ ഒരു പരിപാടി, വിജയാഘോഷ പരിപാടി ഇവിടെ നടത്തിയത്. അതുതന്നെ മുന്നൊരുക്കങ്ങൾക്കൊന്നും സമയം സർക്കാരിന് ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ RCB മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരു പിടിവാശി ഈ വിജയാഘോഷ റാലി നടത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. സർക്കാർ അതിന് കൃത്യമായി കൂട്ടുനിൽക്കുകയും ചെയ്തു. സർക്കാരിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇന്നലെ തന്നെ DK ശിവകുമാറും മുഖ്യമന്ത്രിയുമൊക്കെ വീഴ്ചയിൽ നിന്ന് അതിനെ കൈയൊഴിയില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ പ്രതിപക്ഷം ഇതിനെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്.